ഹലോ ഗായ്സ്, നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളൊരു യിപ്പി ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾ ഈ ഒരു രീതിയിൽ യിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓണാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇതുവരെയായിട്ടും ഉണ്ടാക്കിയിട്ടില്ല, അപ്പം മാമി ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ 3 യിപ്പി എടുത്തത്. വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അത് വേവാൻ പാകത്തിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയും ഒഴിച്ച് അതിലേക്ക് മാഗിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് യിപ്പി ആയതിന് ശേഷം അതൊന്ന് ഊറ്റാൻ വേണ്ടി വയ്ക്കുക. എന്ന് വെച്ചാൽ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഇടുക. പിന്നെ അതിലേക്ക് ഉള്ളി ഇടുക. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് വേണം ഇടാൻ, എന്നോട് മറന്നു പോകും ഗൈസ് പറയാൻ. പിന്നെ ഇതിലേക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഇടേണ്ടത് ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വേവുന്ന വരെ മിക്സ് ചെയ്ത് അതിലേക്ക് മുളകും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന യിപ്പിക്ക് അനുസരിച്ചാണ് ഓരോന്നും അളവ് എടുക്കാൻ, അതുകൊണ്ടാണ് ഞാൻ ഇതിന് അളവൊന്നും പറയാത്തത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗീസ് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനല്ല ഉണ്ടാക്കുന്നത് കേട്ടോ, മാമിയാണ്. ഞാൻ വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ മിക്സ് ചെയ്യുന്നു എന്ന് എന്നോട് പറഞ്ഞു പോയി. സോറി, മാമിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു, എന്നാൽ അത് വേവത്തുള്ളൂ ഗൈസ്. പിന്നെ അതിലേക്ക് 3 യിപ്പിയാണല്ലോ, അപ്പോൾ യിപ്പിയിൽ എക്സ്ട്രാ ഒരു ചില്ലി ഫ്ലേക്സും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 3 അതിൻ്റെ യിപ്പീൻ്റെ മസാല അല്ലേ അത് ഇട്ട് കൊടുത്തു. 3 പാക്കറ്റും ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച യിപ്പിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ഉപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, അതൊന്നും വീഡിയോയിലില്ല. പിന്നെ ഇതേപോലെ 2 സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ 1 സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ അതിങ്ങനെ കട്ടായി പോകും. അതുകൊണ്ട് ഇങ്ങനെ 2 സ്പൂൺ വെച്ച് നിങ്ങൾ മിക്സ് ചെയ്തോ കേട്ടോ. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അതും 3 പാക്കറ്റ് ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഇടാം. പിന്നെ ഒരു മുട്ട ഓംപ്ലേറ്റ് അല്ലെങ്കിൽ മുട്ട അതിൽ ഉപ്പേരി പോലെ ആക്കിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ എന്താ പറയുക, അമ്മമ്മ ശബരിമല പോകുന്നുണ്ട്, അപ്പോൾ വ്രതത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുട്ടയൊന്നും ഇടുന്നില്ല. മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് ഗൈസ്, അടിപൊളിയാണ്. നിങ്ങൾ മസ്റ്റ് ട്രൈ.